കേരളത്തിൻ്റെ മണ്ണ് നിങ്ങൾ ഭരിക്കുന്ന ഈ സ്റ്റേറ്റ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്ന സ്റ്റേറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഭൂഷണമാണോ അതോ നാണക്കേടാണോ എന്ന് നിങ്ങൾ പറഞ്ഞതാര്? അതാണ് ഞാൻ പറയട്ടെ, അത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ എൻഡോസ് ചെയ്യപ്പെട്ടു. ചെറിയ കാര്യമാണോ? എന്താ എൻ്റെ ആളെ കണ്ടുപിടിക്കാത്ത? നിങ്ങൾ പറഞ്ഞ കാര്യം ചെറുതാണോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് യൂസ് ചെയ്യൂല എന്നുള്ളത്? ഇത് ഇന്ത്യ രാജ്യത്ത് യൂസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കേരളത്തിൽ സ്വർണം വരുന്നു, ആ സ്വർണം ധാരാളമായി പിടിക്കപ്പെടുന്നു, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. കസ്റ്റംസ് പിടിച്ചു അതിൻ്റെ കണക്കൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആ ഫണ്ട് എങ്ങോട്ട് പോകുന്നു എന്നാ പറഞ്ഞത്? രാജ്യം മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുന്നു എന്നാ ഞാൻ പറയുന്നു. എസ്എസ്എരിനായ സീതാറാം യെച്ചൂരി എന്തിനെതിരെ പ്രമേയത്തിന് കാർമ്മികത്വം വഹിച്ചോ അതാണ് ഈ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത്. അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരിൽ എൻഡോസ് ചെയ്യപ്പെട്ടത് ഒരു ചെറിയ കാര്യമാണോ? അദ്ദേഹം കൺവീനറല്ലേ? അങ്ങ് സംസാരിക്കുന്നത് ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ലേഖനത്തിൽ ഒരു അഭിമുഖത്തിൽ വന്ന ഒരു പരാമർശമാണ്. ഹിന്ദു പത്രം തന്നെ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളുടെ പുറത്ത് ചില കാര്യങ്ങൾ ആഡ് ചെയ്തു എന്നുള്ളത് അവർ തന്നെ ഖേദം പ്രകടിപ്പിച്ച് പറഞ്ഞു. അപ്പൊ അതൊരു നിലപാടായിട്ട് അങ്ങനെ നിഷേധിക്കപ്പെട്ട ഒരു പ്രശ്നം ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ? നിങ്ങൾ ഭരിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഫണ്ട് ചെയ്യുന്ന സ്ഥലമാണ് എന്ന BJPയുടെ ക്യാമ്പയിൻ കേരളത്തെക്കുറിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത്. മലപ്പുറത്തെക്കുറിച്ചല്ല, കേരളത്തെക്കുറിച്ച് യോഗി ആദിത്യനാഥ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അവരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കേരളം അതാണെന്നാണ്. അങ്ങനെയുള്ള ഒരു വിഷയം മുഖ്യമന്ത്രിയുടെ പേരിൽ വന്നവരെ നിങ്ങൾ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല? അവരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഇതിന്റെ ഫാർ റീച്ചിങ് ഇഫക്റ്റ് ചെറുതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിന് ഫാർ റീച്ചിങ് ഇഫക്റ്റ് ഉണ്ട്. ഇതിന് ഇപ്പൊ തന്നെ ഹരിയാനയിൽ ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് വിചാരിച്ചു. എന്ത് പ്രചരണ AC എന്ന് അറിഞ്ഞൂടാ. ഈ പ്രചരണം, ഈ വെപ്പൺ BJP ഇന്ത്യ ഒട്ടാകെ കൊണ്ടു നടക്കുന്ന വലിയൊരു വെപ്പണാണ്. ആ വെപ്പണാണ് നിങ്ങൾ ഹിന്ദുവിന്റെ ഇന്റർവ്യൂവിൽ അവർക്ക് കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ. വലിയ ഗൗരവമുള്ള വിഷയമല്ലേ അത്? അതിങ്ങനെ ലാഘവത്തോടുകൂടി നിങ്ങൾ വിട്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ മണ്ണ് സ്വർണം കൊണ്ടുവന്ന് കള്ളപ്പണം ഉണ്ടാക്കി ആ കള്ളപ്പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ അന്തരീക്ഷത്തിൽ കിടക്കുന്നത് നല്ലതാണോ? അതിനെക്കുറിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കണം. അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി വരുത്തണം. മുഖ്യമന്ത്രി അറിയാതെ പറഞ്ഞതാണെങ്കിൽ വലിയൊരു പ്ലാനിങ് അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഏജൻസിയുടെ പിന്നിൽ എന്തോ നടന്നിട്ടുണ്ട്. അതാണ് ഇംഗ്ലീഷ്, അതവർ ഉപയോഗിച്ചിരിക്കുകയാണ്. ഞാനത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തു എന്നല്ലല്ലോ പറയുന്നത്. എങ്കിൽ അതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്ന വിഷയം എന്താണ്? BJP അത് വൻതോതിൽ ഉപയോഗിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ബുൾഡോസിങ്ങിനെ പറ്റിയും ആൾക്കൂട്ട കൊലയെ പറ്റിയും പല സ്ഥലത്തും മണിപ്പൂരിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്തും ഒക്കെ നടക്കുന്ന കൃത്യങ്ങളെ പറ്റി പറഞ്ഞ ആ പ്രമേയത്തിനെതിരാണ്. രണ്ടാമത്തെ ഒരു വിഷയം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. 2 മിനിറ്റ് കൂടി. അതായത് കരിപ്പൂരിൽ സ്വർണം വരുന്നു. അതിനൊരു മതപരമായ അടിസ്ഥാനം കൊടുത്തത് ശരിയാണോ? ഇന്നലെ ഗോവിന്ദ മാഷ് അത് ഒരു വിധത്തിൽ നിഷേധിച്ചു. നിങ്ങൾ അനുകൂലിക്കുന്ന മതസംഘടനകളില്ലേ? നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആ മതത്തിൽപ്പെട്ടവരില്ലേ? ഇതിനെന്തിനാ ഒരു മതപരമായ അടിസ്ഥാനം കൊടുത്തത്? അതിനൊരു മതപരമായ അടിസ്ഥാനത്തിൽ ആ ചർച്ച ഞാൻ പറഞ്ഞതാ. മലപ്പുറം എന്നുള്ളത് ഇപ്പോൾ ടേം ചെയ്ത് ചർച്ച ചെയ്യാം. മലപ്പുറം ഇവിടെ ചർച്ചയായ പല ഘട്ടങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് ഈ ചർച്ച നിങ്ങൾ കൊണ്ടുവന്നാണ്. അത് മോശമായി. പിന്നെ ഞാൻ പറയാം പിന്നെ ഈ അടുത്ത കാലത്ത് അവിടെ ഒരു SP ഉണ്ടായി. ഞങ്ങൾ ഈ നിയമസഭയിൽ ആ വിഷയത്തിന് മുമ്പ് പറഞ്ഞില്ലേ, രാഷ്ട്രീയമായിട്ടല്ലല്ലോ പറഞ്ഞത്. പെയിൻറ്റിങ് വർക്ക് എടുത്ത് നടക്കുന്ന ഒരാളാണ് ഈ താമർ ജിഫ്രി. ജിഫ്രി എന്ന് കേൾക്കുമ്പോൾ ഏതാണ്ട് വലിയ ആളാന്ന് വിചാരിക്കണ്ട.
തൊഴിലാളിയാണ്, ഒരു പണിയില്ലാതെ നടക്കുന്നവനാണ് ആ തല്ലിക്കൊന്ന താമരജീപ്പി. അയാളുടെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചാൽ മതിയല്ലോ, ഞങ്ങളെ പാർട്ടിക്കാരനൊന്നുമല്ല, അങ്ങനെ നടക്കുന്ന ഒരു തൊഴിലാളിയാണ്. സാർ എന്തൊരു തല്ലിക്കൊന്നു, എന്തൊരു ക്രൂരത കാണിച്ചത്. അയാൾ അവിടുന്ന് ഉടനെ ട്രാൻസ്ഫർ ചെയ്യണം ഞങ്ങളോട് പറഞ്ഞു. ഞാനിവിടെ വന്നത് സംസാരിക്കുകയുണ്ടായി. പക്ഷേ പിൽക്കാലത്ത് നടന്ന സംഭവവികാസങ്ങൾ, ഇത്ര കേസ് പിടിക്കണം, അത് ഇത്ര എണ്ണം മയക്കുമരുന്നായിരിക്കണം, കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ബൈക്കിൻ്റെ പിന്നിൽ പോയാൽ മതി, അതിനൊരു കേസ് നമ്പർ വർദ്ധിപ്പിച്ച് ഇതൊരു പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന് ഞങ്ങളന്ന് പറഞ്ഞില്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തിനാ മലപ്പുറം ജില്ലയെ ക്രൈമുകൾ കൂടുതലാണ് എന്ന് ആക്കി? അതിൻ്റെ പിന്നിൽ എന്തോ ഒരു പ്ലാനിങ് ഉണ്ട്. അതാണല്ലോ അദ്ദേഹം. സാർ രണ്ട് മിനിറ്റ് വ്യത്യസ്തമായ കാര്യമാണ്. ഈ കണക്കുകൾ അനുസരിച്ച് മലപ്പുറം ജില്ല എന്നുള്ളത് ഒന്നാമതാക്കി എന്നാണ് അങ്ങ് പറഞ്ഞത്. ഒന്നാമതല്ല, കേരളത്തിനകത്ത് 4-മത്തെ 5-മത്തെയോ ജനസംഖ്യാനുപാതം നോക്കി അതിനേക്കാളും കുറവാണെന്നാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത ഈ സുജിദാസ് അവധി കഴിഞ്ഞിട്ട് പിന്നെയും കുറേ കാലം അവിടെ ഇരുന്നു. ഇരുത്തി ഭരണം നിങ്ങളതല്ലേ. ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് അവധി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്ന് മാറ്റിയില്ല. അദ്ദേഹമാണ് ശ്രമിച്ചിട്ട് എന്താ പറയുക, 40 ഇരട്ടി ക്രൈം കൂട്ടി അദ്ദേഹത്തിൻ്റെ കാലത്ത്. 40 ഇരട്ടി അല്ലേ, 40 ഇരട്ടി കൂട്ടി. നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? ഇപ്പോൾ നിങ്ങൾ ഭരണകക്ഷിപ്പെട്ട ഒരു MLA കൊണ്ട് ഇത് പറയിപ്പിക്കേണ്ടിയിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? വലിയ അനീതി നടന്നു, അത് വസ്തുതയാണ്. അതൊക്കെ പോട്ടെ സർ, ഇപ്പോൾ ഈ ദേശവിരുദ്ധത്തിന് പടം വരുന്നൊരു സ്ഥലമാണ്. ആ നിലയിൽ മലപ്പുറത്തെ ടേം ചെയ്യേണ്ട വല്ല ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഈ പറഞ്ഞതുപോലെ ജില്ലകൾ കൊടുത്താണ്, ഞങ്ങളെ ചരിത്രം ഇന്നതാണ്, മതേതരത്വമാണ്. ഞങ്ങളാരെങ്കിലും അതിൽ ഡിസ്പ്യൂട്ട് ചെയ്തോ? ഇല്ലല്ലോ, നമ്മൾ ഒന്നിച്ചിരുന്ന് കൊടുത്താൽ. പക്ഷേ ഇപ്പം എന്തേ ഇങ്ങനെ? ഇപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രചരണത്തിന് വേണ്ടി എന്താ കാർഡ് മാറ്റി കളിക്കുകയാണോ? കാർഡ് മാറ്റി ഏത് നയമെടുക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് BJP വലിയ തോതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരായുധമാണ് നിങ്ങളെടുത്ത് പ്രയോഗിക്കുന്നത് എന്ന് മറക്കരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അത് ഫാർ റൈറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് അത് തിരുത്തണം എന്നാണ് സർ. അതിന് വലിയ ഉദ്യോഗസ്ഥന്മാർ പിന്തുണ കൊടുത്തതും ജനാധിപത്യം ഒരു തെരഞ്ഞെടുത്ത നിങ്ങളുടെ ഗവൺമെൻറ് അതിന് പിന്തുണ കൊടുത്തതും കേരളത്തിലല്ല, ഇന്ത്യയിൽ മുഴുവൻ, ഇന്ത്യ മുന്നണിക്ക് വരെ ക്ഷീണം ഉണ്ടാക്കും. അതുകൊണ്ട് ആ നയം തിരുത്തണം എന്നാണ് സർ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുന്നത്.